പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. നെല്ലാപ്പാറയ്ക്കും കുറിഞ്ഞിക്കും ഇടയിൽ കല്ലട വളവിലായിരുന്നു അപകടം. ബംഗളൂരു, തിരുവല്ല, ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ബസ്സിനുള്ളിൽ 23 യാത്രക്കാരാണ് ബസ്സിലെ ലിസ്റ്റ് പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ ലിസ്റ്റിൽ ഉള്ളതിലും കൂടുതൽ ആളുകൾ ബസ്സിലുണ്ടായിരുന്നുവെന്നും പറയുന്നു. അപകട സമയത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. വളവ് തിരിയുന്നതിനിടെ ബസ്സിന് നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ കൽക്കെട്ടിന് സമീപത്തായി മറിയുകയായിരുന്നു. സമീപവാസികളും അതുവഴിയെത്തിയ യാത്രക്കാരും വിവരമറിയിച്ചതിനെ തുടർന്ന് രാമപുരം പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് കരിങ്ങുന്നം പോലീസും കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും തൊടുപുഴയിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളും എത്തി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി. ബാംഗ്ലൂരിൽ നിന്നും തിരുവല്ലയ്ക്ക് പോയ നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള ഒരു കോൺട്രാക്ട് ഗാരേജ് വാഹനമാണ് ഇന്ന് നെല്ലാപ്പാറ കുറിഞ്ഞിക്കും ഇടയിലുള്ള ആ കൊടും വളവിൽ വാഹനം മറിഞ്ഞിരിക്കുന്നത്. അപകടത്തിൻ്റെ കാരണങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വാഹനത്തിൽ 23 പേര് ലിസ്റ്റ് പ്രകാരം ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 20 ആളുകളോളം വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപകടത്തിൽപ്പെട്ട ആളുകളെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ പരിശോധനകൾ നടത്തുമ്പോൾ അതിനെ കുറ്റം പറയുന്നവർ ഈ വാഹനത്തിൻ്റെ ടയറുകളുടെ അവസ്ഥ ഒന്ന് കാണണം. ബസ്സിൻ്റെ 6 ചക്രങ്ങളിൽ മുൻവശത്തെ ഒരെണ്ണം അടക്കം 3 ടയറുകൾ നൂല് തെളിഞ്ഞ് മൊട്ടപ്പരുവത്തിലായിരുന്നു. കനത്ത മഴയ്ക്കും വളവിനുമൊപ്പം ഇതും അപകടത്തിന് കാരണമായിട്ടുണ്ടാവാം. പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 50 അടിയിലേറെ താഴ്ചയുള്ള കൂറ്റൻ കൽക്കെട്ടിന് സമീപത്തായാണ് ബസ് മറിഞ്ഞത്. നേരിയ വ്യത്യാസത്തിൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. കൈരളി ന്യൂസ്, ഇടുക്കി.